മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിരുന്നു. ഇന്ന് റിമൈനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് വാല്യൂ ഓഫ് ഡെൽറ്റ ജി ഫോർ അഡ്സോർപ്ഷൻ ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇത് അഡ്സോർപ്ഷൻ ആണ്. So it's a question coming from surface chemistry. നമ്മൾ വിശദമായിട്ട് സർഫസ് കെമിസ്ട്രി പഠിച്ചതാണ്. So the value of delta G for adsorption dash with the increase in temperature. Option A becomes more positive starting from a negative value. B becomes more negative starting from a negative value. C becomes more negative starting from a positive value. And none of the above. So നമുക്ക് ജസ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഒന്ന് നമുക്ക് റീകളക്ട് ചെയ്യാം. ഫസ്റ്റ് അഡ്സോർപ്ഷൻ. സോ അഡ്സോർപ്ഷൻ നമുക്കറിയാം, if a gas molecule adsorbed on a solid surface than in the bulk, then the solid surface is called adsorbent, and the gas molecule adsorbed it is called adsorbate. ഓക്കെ, നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു സോളിഡ് സർഫസിലെ ഗ്യാസ് മോളിക്യൂൾസ് ഒന്ന് അഡ്സോർബ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ദ സോളിഡ് സർഫസ്, തിരിഞ്ഞു പോകരുത്, ദ സോളിഡ് സർഫസ് ഇറ്റ് ഈസ് കോൾഡ് adsorbent, and the gas molecules it is known as adsorbate. ഓക്കെ, ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. ദെൻ അഡ്സോർപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇഫ് ഗ്രേറ്റർ ദി പ്രഷർ ഗ്രേറ്റർ വിൽ ബി ദി അഡ്സോർപ്ഷൻ. പ്രഷർ കൂടുന്തോറും അഡ്സോർപ്ഷനുള്ള ടെൻഡൻസി കൂടും. ദെൻ സെക്കൻഡ് പോയിന്റ്, if the area of the or if the surface area of the adsorbent increases, the adsorption also increases. അഡ്സോർബെന്റിന്റെ ഏരിയ കൂടുവാണെങ്കിൽ അത്രത്തോളം അഡ്സോർപ്ഷൻ നടക്കും അല്ലേ? സോ അഡ്സോർപ്ഷൻ ഈസ് ആൾസോ ഇൻക്രീസസ്. ഇത്രയും കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ദെൻ വെൻ ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് അഡ്സോർബ്ഡ് ഓൺ ദി സോളിഡ് സർഫസ്, some heat energy is liberated. That means it is an exothermic reaction. അപ്പം നമ്മുടെ പോയിന്റുകൾ തുടങ്ങുകയാണ്. ഗ്യാസ് മോളിക്യൂൾ സോളിഡ് സർഫസിൽ അഡ്സോർബ് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജിയെ എന്താണ് ഒമിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് എഴുതാം ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചു physical adsorption is spontaneous. Physical adsorption is spontaneous process. That means we can write delta G is equal to negative. Delta G is equal to negative. Then adsorption കൂടുമ്പോൾ randomness എന്ത് ചെയ്യുന്നു? കുറയുന്നു. Because ഒരു സോളിഡ് സർഫസിൽ റാൻഡമായി മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഗ്യാസ് മോളിക്യൂൾ അഡ്സോർബ് ചെയ്ത് പർട്ടിക്കുലർ ഏരിയയിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഫ്രീ മൂവ്മെൻറ്റ് എന്താ കുറഞ്ഞ് അവർ അഡ്സോർബ് ചെയ്ത് അവരുടെ റാൻഡംനെസ് എന്ത് ചെയ്യാണ്? കുറയുകയാണ് അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ. ഓക്കെ, സോ റാൻഡംനെസ് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ദ ബേസിക് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ആൻ അബ്സോർപ്ഷൻ. ഇനി ശ്രദ്ധിക്കോ, വി ഹാവ് എ ഇക്വേഷൻ ദാറ്റ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഡെൽറ്റ എസ്. ഈ ഇക്വേഷനിൽ നമുക്കറിയാം ഓൾ ദി ടേംസ് ആർ നെഗറ്റീവ്. ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്, ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്, ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. Okay, so overall a negative value.
ഇനി എന്താണ് ശ്രദ്ധിക്കുക? ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ വാല്യൂ ഓഫ് ജി ഫോർ അഡ്സോർപ്ഷൻ വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവ് വാല്യൂ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം റാൻഡംനെസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേന് ഗ്യാസ് മോളിക്യൂൾ ഫ്രീ ആയിട്ട് വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങും. അവരുടെ റാൻഡംനെസ് എന്ത് ചെയ്യും? കൂടും. സോ ദ ഡെൽറ്റ എസ് ബിക്കം പോസിറ്റീവ്. ഹിയർ ദ ടി ഡെൽറ്റ എസ് ബിക്കം പോസിറ്റീവ്. Okay, so it is clear that the value of G for adsorption dash with the increase in temperature എങ്ങനെയാണ്? Becomes more positive starting from a negative value. നമുക്കറിയാം ആദ്യം നെഗറ്റീവ് വാല്യൂ ആണെന്ന്. ബട്ട് ടെമ്പറേച്ചർ കൂടിയപ്പോൾ റാൻഡംനെസ് കൂടി, പോസിറ്റീവ് വാല്യൂ ആയി. ദിസ് അഫക്ട് ദ ഹോൾ വാല്യൂ. സോ ദ ക്ലിയർ ഇറ്റ് ഈസ് ആൻസർ ഇറ്റ് ഈസ് becomes more positive starting from a negative value. നെഗറ്റീവ് വാല്യൂയും തുടങ്ങുന്നു, മോർ പോസിറ്റീവ് ആയിട്ട് മാറുന്നു. സോ ദ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഓക്കെ, സോ അഡ്സോർപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും റീകളക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. സോ ഒരിക്കൽ കൂടി പറയുന്നു, അഡ്സോർപ്ഷൻ ഇറ്റ് ഈസ് എ physical adsorption. It is a spontaneous process, that is delta G is negative. When the gas molecule adsorbed on a solid surface than in the bulk, the solid surface is called adsorbent and the gas molecule is called adsorbate. When the gas molecule adsorbed on the solid surface, some heat energy is liberated, that is exothermic reaction. That means delta H is equal to negative. Then adsorb ചെയ്യുമ്പോൾ delta S, that means randomness എന്ത് ചെയ്യാണ്? കുറയുകയാണ്. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾ റാൻഡം മാറിയിട്ട് റെഗുലർ ആയിരിക്കാൻ തുടങ്ങിയാണ്. സോ റാൻഡംനെസ് കുറയുന്നു. അപ്പോൾ വി ഹാവ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഡെൽറ്റ എസ്. So the overall value is negative because delta G is negative, delta H is negative, delta S is negative. But increase in temperature കൂടുമ്പോൾ എന്ത് ചെയ്യും? റാൻഡംനെസ് എന്ത് ചെയ്യും? കൂടും. Okay, so delta S, that means T delta S become positive. So the overall value become positive from a negative value. Clear? So the option number A is the right. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The next question it is, the catalyst used in the Waker's process. The catalyst used in the Waker process. Option A, SnCl4. Option B, PtCl4 2 minus. Option C, COCl4 2 minus. Option D, PdCl4 2 minus. Okay. അപ്പോൾ നമ്മൾ വേക്കേഴ്സ് പ്രോസസ്സാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിയുടെ ദ ആപ്ലിക്കേഷൻ ഓഫ് ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി പ്രധാനമായിട്ട് നമ്മൾ 6 ആപ്ലിക്കേഷൻ പഠിച്ചു. വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. നമ്പർ 1, ഹൈഡ്രോജനേഷൻ. നമ്പർ 2, ഹൈഡ്രോഫോർമൈലേഷൻ. നമ്പർ 3, Monsanto acetic acid process. Number 4, syngas. And 5th one, Waker process. And the last one it is Ziegler-Natta catalyst. Okay, ഇതേ ഓർഡറിൽ വളരെ വിശദമായിട്ട് വിത്ത് മെക്കാനിസം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിലൊന്നാണ് ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ, ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദി വേക്കർ പ്രോസസ്. സോ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് വേക്കർ പ്രോസസ് അല്ലേ? വേക്കർ പ്രോസസ് മീൻസ് ethylene converted to acetaldehyde. Ethylene converted to acetaldehyde with the help of catalyst പരിചയപ്പെടുത്തുന്നു. With the help of palladium tetrachloride,
These are the catalysts used in the Wecker process. So, നിങ്ങളുടെ ഓപ്ഷനിൽ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമ്പർ ബി PtCl4 ആൻഡ് ഓപ്ഷൻ ഡി PdCl4 പലരും കൺഫ്യൂസിംഗ് ആയിട്ടുണ്ട്. ബി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് റോങ്. സോ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക, വെയ്ക്കർ പ്രോസസ്സിൻ്റെ കാറ്റലിസ്റ്റ് പ്ലാറ്റിനം അല്ല, പലേഡിയം ആണ്. ഓക്കെ, പലേഡിയം കോംപ്ലക്സ് ആണ് വെയ്ക്കർ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്. സോ എഥിലീനിനെ എന്താക്കി മാറ്റുന്നു? അസറ്റാൽഡിഹൈഡ് ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളാണ് പലേഡിയം കോംപ്ലക്സ്. Then Cu2+, then molecular oxygen and water. Clear? So നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. The catalyst used in Wecker's process, it is option D, PdCl4 Clear ആണല്ലോ? Yes. അടുത്തതിലേക്ക് പോകാം. The co-catalyst used in the Wecker process. Wecker പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞു. ആദ്യം നമ്മൾ കാറ്റലിസ്റ്റ് പറഞ്ഞു. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്, പ്രധാന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പലേഡിയം കോംപ്ലക്സ് ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ദ co-catalyst used in the Wecker process. Wecker പ്രോസസ്സിലെ co-catalyst ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എല്ലാ കാറ്റലിസ്റ്റിനും ഇപ്പം പരിചയപ്പെട്ടു. ദ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് palladium complex PdCl4 then നമ്മൾ പരിചയപ്പെട്ടു Cu2+. So these are the catalysts used in the Wecker process. നമുക്കറിയാം ഇവിടുത്തെ co-catalyst ഓപ്ഷൻ എ cobalt, ഓപ്ഷൻ ബി copper, ഓപ്ഷൻ സി molybdenum ആൻഡ് ഓപ്ഷൻ സി silver. ഓക്കെ, സോ നമ്മുടെ കാറ്റലിസ്റ്റ് ഏതാണ്? Cu2+ ആണ്. സോ ദ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി കോപ്പർ. സോ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടി പരിചയപ്പെടുത്തുന്നു. എന്തിനാണ് ഈ co-catalyst യൂസ് ചെയ്യുന്നത് അതും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. വൈ Cu2+ യൂസ്ഡ് ഇൻ ദി Wecker പ്രോസസ്. ഓക്കെ, ശ്രദ്ധിക്കുക. Cu2+ എന്തിനാണ്? പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് Cu2+ന്റെ ഉപയോഗം. സോ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. Cu2+ യൂസ് ചെയ്യുന്നത് പലേഡിയം 0 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്താണ്? പല പ്രോസസ്സുകളിലൂടെയാണ്, അതായത് പല മെക്കാനിസത്തിൽ പല സ്റ്റെപ്പുകളിലൂടെ കടന്നു വരുമ്പോൾ പലേഡിയം എന്ന് പറയുന്നത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലെത്തും. അതിനെ പലേഡിയം 2+ ആക്കി മാറ്റുന്ന ആളാണ് Cu2+. Okay, so the co-catalyst used in the Wecker process, that is Cu2+. എന്തിനാണ് Cu2+ യൂസ് ചെയ്യുന്നത്? Cu2+ used in order to oxidize palladium 0 to palladium 2. പലേഡിയം 0യിൽ നിന്നും പലേഡിയം 2യിലേക്ക് എന്താണ്? ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയാണ് Cu2+ യൂസ് ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം ഇവിടെ നിന്ന് വരാം. എന്തിനാണ് ഓക്സിജൻ യൂസ് ചെയ്യുന്നത്? സോ ഓക്സിജൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ പ്രോസസ്സുകളിലൂടെ കടന്നു വരുമ്പോൾ ഈ co-catalyst +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലെത്തും. അതിനെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ മോളിക്കുലർ ഓക്സിജൻ O2 യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് റിലേറ്റഡ് ടു Wecker പ്രോസസ്. ഒരിക്കൽ കൂടി പറയുന്നു, Wecker പ്രോസസ് എന്ന് പറഞ്ഞാൽ എഥിലീനെ അസറ്റാൽഡിഹൈഡ് ആക്കി മാറ്റും. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് പലേഡിയം കോംപ്ലക്സ് PdCl4 Cu2+, O2 ആൻഡ് വാട്ടർ. എന്തിനാണ് Cu2+ യൂസ് ചെയ്യുന്നത്? പലേഡിയം 0 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും ഓക്സിഡൈസ്ഡ് ടു പലേഡിയം 2. അതിനുവേണ്ടിയാണ് നമ്മൾ Cu2+ യൂസ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ഓക്സിജൻ O2 യൂസ് ചെയ്യുന്നത്?
ഈ ഓക്സിജനാണ് Cu+1 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും Cu+2 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ഓക്സിഡൈസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. സോ ദ co-catalyst used in the Wacker process it is option B, copper. Next question. Which of the following thermal sigmatropic arrangement is impossible? Option A, 1,5 hydrogen shift. Option B, 1,7 hydrogen shift. Option C, 1,3 hydrogen shift. And none of these. നോക്കാം. സോ ചോദ്യം ഇതാണ്, തെർമൽ സിഗ്മാട്രോപിക് അറേഞ്ച്മെന്റ് ആണ്. സോ ദ കണ്ടീഷൻ ഇറ്റ് ഈസ് തെർമൽ. ഓക്കെ, തെർമൽ റിയാക്ഷനിൽ നമുക്കറിയാം 1,5 ഹൈഡ്രജൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 1,5 ഹൈഡ്രജൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സുപ്രാഫേഷ്യലി ആയിരിക്കും. ഹൈഡ്രജൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് സുപ്രാഫേഷ്യലി ആയിരിക്കും. എന്നാൽ 1,3 1,7 ഹൈഡ്രജൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആൻട്രാഫേഷ്യലി ആയിരിക്കും. ഓക്കെ, സോ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക, 1,5 ഹൈഡ്രജൻ ഷിഫ്റ്റ് ആണെങ്കിൽ സുപ്രാഫേഷ്യലി ആയിരിക്കും ഷിഫ്റ്റ് നടക്കുക. എന്നാൽ 1,3 1,7 ആണെങ്കിൽ ആൻട്രാഫേഷ്യലി, എന്നും പറയാം, ആൻട്രാഫേഷ്യലി ആയിരിക്കും ഷിഫ്റ്റ് നടക്കാറുള്ളത്. ഓക്കെ, ദാറ്റ് 1,5 മീൻസ് ഇറ്റ്സ് എ 5-membered carbon chain. 1,3 means it's a 3-membered carbon chain. 1,7 means it's a 7-membered carbon chain. ഓക്കെ, സോ ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, 1,7 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് ചെയിൻ. 1,7 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് ചെയിൻ feasible to transfer. Okay, feasible to അല്ലെങ്കിൽ feasible allow to transfer because it is a long chain. എങ്കിൽ 1,3 എന്ന് പറയുന്നതോ 2 ഷോർട്ട് ചെയിൻ അല്ലേ? ഷോർട്ട് ചെയിനാണ്, 3 കാർബൺ മാത്രമുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ചെയിനാണ്. അതുകൊണ്ട് അതിനകത്ത് ഷിഫ്റ്റ് നടക്കാൻ ഈസി അല്ല. സോ ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഓക്കെ, സോ 1,5 എന്ന് പറയുന്നത് സുപ്രാഫേഷ്യലി, 1,3 ആൻഡ് 1,7 മീൻസ് എൻട്രാഫേഷ്യലി. 1,7 എന്ന് പറയുന്നത് ഈസ് എ ലോങ് ചെയിൻ ആൻഡ് ഫീസിബിൾ ട്രാൻസ്ഫർ നടക്കും. ദെൻ 1,3 എന്ന് പറയുന്നതോ ഷോർട്ട് ചെയിനാണ്, കൺസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചെയിനാണ്. അതുകൊണ്ട് ട്രാൻസ്ഫർ നടക്കാൻ, ഷിഫ്റ്റ് നടക്കാൻ എന്താണ്, സം ഡിഫിക്കൽട്ടീസ് ആണ്. ഓക്കെ, സോ which of the following thermal sigmatropic rearrangement is impossible? നടക്കാൻ പാടുള്ളത് ഏതാണ്? 1,5 ഹൈഡ്രജൻ, നോ. 1,7 ഹൈഡ്രജൻ, നോ. 1,3 hydrogen, yes. So the 1,3 hydrogen shift, it is impossible to undergo thermal sigmatropic rearrangement. Clear? Yes. So ഈ rearrangement suprafacially ആണെന്നും entrafacially ആണെന്നും മറക്കരുത്, ക്ലിയർ ആയിട്ട് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The example for nidoboranius. നിഡോബൊറൈന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ B4H10, ഓപ്ഷൻ ബി B5H9, ഓപ്ഷൻ സി B6H6 ആൻഡ് ഓപ്ഷൻ ഡി B5H11. സോ കേജസ് ആൻഡ് റിങ്സിൽ നമ്മൾ ക്ലിയർ ക്രിസ്റ്റൽ പോലെ പഠിച്ചതാണ് എന്താണ് ഓരോന്നിൻ്റെയും സ്ട്രക്ചർ, അതിൻ്റെ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർ, ഐസോലബിലിറ്റി ആൻഡ് എവറിത്തിങ്സ്
റിലേറ്റഡ് ടു കേജസ് ആൻഡ് റിങ്സ്. ഓക്കെ, അതിനകത്ത് നമ്മൾ പഠിച്ചു ബൊറൈനുകൾ തന്നെ ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്ലോസോബൊറൈൻ, 2 നിഡോബൊറൈൻ, 3 അരക്നോബൊറൈൻ, 4 ഹൈപ്പോബൊറൈൻ, 5 കൺജക്റ്റോബൊറൈൻ. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൊറൈൻസ് ആണ് പഠിച്ചത്. ക്ലോസോ, നിഡോ, അരക്നോ, ഹൈപ്പോ ആൻഡ് കൺജക്റ്റോ. എങ്ങനെ ഇതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യും പഠിച്ചു. എങ്ങനെയാണ്? ക്ലോസോ എന്ന് പറഞ്ഞാൽ BnHn+2, BnHn+2. നിഡോയോ BnHn+4. അരക്നോ BnHn+6. ഹൈപ്പോ BnHn+8 and conjuncto Bn and Hm. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൊറൈൻ പഠിച്ചത്. ക്ലോസോബൊറൈൻ, നിഡോബൊറൈൻ, അരക്നോബൊറൈൻ, then ഹൈപ്പോബൊറൈൻ ആൻഡ് ലാസ്റ്റ് വൺ കൺജക്റ്റോബൊറൈൻ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻ ഷുവറാണ്. സോ ക്ലോസോ മീൻസ് BnHn+2 അല്ലെങ്കിൽ BnHn2- എന്ന് വരാറുണ്ട്, ഇങ്ങനെ വരാറുണ്ട്, അതും ക്ലോസോ ആണ്. ദെൻ നിഡോ BnHn+4, അരക്നോ BnHn+6, ഹൈപ്പോ BnHn+8 ആൻഡ് കൺജക്റ്റോ BnHm. നോക്കാം, ഇവിടെ ആദ്യത്തെ ആളെ നോക്കുന്നു. ഇറ്റ് ഈസ് B4H10. B4H10, that means BnHn+6 ആണ് അല്ലേ? B4 4+6 ആണെന്ത് 10 എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അരക്നോ. രണ്ടാമത്തെ ആളെ നോക്കാം. B5H9, that means BnH 5ൻ്റെ കൂടെ എത്ര കൂടുമ്പോഴാണ്? 4 കൂടുമ്പോഴാണ് BnHn+4. that means it belongs to nido. ഓക്കെ, നമുക്ക് അടുത്തൂടെ കണ്ടുപിടിക്കാം. B6H6 2-. ഞാൻ പറഞ്ഞു ക്ലോസോ BnHn+2 എന്നും വരാം, അല്ലെങ്കിൽ എങ്ങനെ വരാം? BnHn-2. Okay, so it belongs to closo. And the last one B5H11, that means BnHn+6. it is also arachno. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ എക്സാമ്പിൾ ഫോർ നിഡോബൊറൈൻ ആണ്. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏതാണ് നിഡോ? സോ നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചോ. ദ ഓപ്ഷൻ ബി B5H9 ഇറ്റ് ഈസ് ദ നിഡോബൊറൈൻ. ക്ലിയർ ആണല്ലോ? യെസ്. സോ ദ ഓപ്ഷൻ നമ്പർ ബി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. CH stretching vibration of acetylene occurs at around. Option A 3000 centimeter inverse. Option B 2900 centimeter inverse. Option C 2300 centimeter inverse. And option D 3400 centimeter inverse. Okay, so the question it is CH stretching vibration of acetylene. CH stretching vibration of acetylene. So acetylene means, അപ്പോൾ ഞാൻ കുറച്ച് CH stretching frequencies അതിൻ്റെ റേഞ്ച് പറഞ്ഞു തരാം. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, ഓർത്ത് വെച്ചിരിക്കുക. CH സിമെട്രിക് സ്ട്രെച്ചിങ്, CH സിമെട്രിക് സ്ട്രെച്ചിങ്.
It is approximately equal to 3476 centimeter inverse. Okay, CH symmetric stretching എന്ന് പറയുന്നത് 3476 centimeter inverse ആണ്. എന്നാൽ CH asymmetric stretching ഉണ്ട്. CH asymmetric stretching. അത് approximately it is equal to 3423 centimeter inverse. CH stretching ഉണ്ട്, CH asymmetric ഉണ്ട്. Symmetric and asymmetric. Symmetric ആണെങ്കിൽ 3476, asymmetric ആണെങ്കിൽ കുറച്ച് കുറവ് 3423 സെന്റിമീറ്റർ ഇൻവേഴ്സും ആയിരിക്കും. സോ നമ്മളോട് ചോദിക്കുന്ന സ്ട്രെച്ചിങ് മാത്രമേ ഉള്ളൂ, സിമെട്രിക് ആണെന്നോ അസിമെട്രിക് ആണെന്നോ ചോദിച്ചിട്ടില്ല. ബട്ട് ബോത്ത് ദ സിമെട്രിക് ആൻഡ് അസിമെട്രിക് റേഞ്ച് ഇറ്റ് ഈസ് എബവ് 3400. സോ നമുക്ക് ഓപ്ഷൻ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാം, കാരണം ഇത് 3000 ഉള്ളൂ, ദെൻ ഇവിടെ 2900 ഉള്ളൂ, കുറവാണ്, ദെൻ 3400. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു 3400. ബട്ട് ഒന്ന് രണ്ട് ഫ്രീക്വൻസിയുടെ ഓർത്ത് വെച്ചിരിക്കുക. CC സ്ട്രെച്ചിങ് ഇവിടെ തന്നെ നമ്മളോട് CC സ്ട്രെച്ചിങ് ആയിരുന്നു ചോദിച്ചിരുന്നത് എങ്കിൽ ദ ആൻസർ ഇറ്റ് ഈസ് 2181 സെന്റിമീറ്റർ ഇൻവേഴ്സ്, 2181 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ അസറ്റിലിൻ CH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ചോദിച്ചത് കൊണ്ട് നെക്സ്റ്റ് ടൈമിന് ചിലപ്പോൾ അസിമെട്രിക് അല്ലെങ്കിൽ സിമെട്രിക് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ CC സ്ട്രെച്ചിങ് എന്ന് ചോദിക്കാം. അല്ല എങ്കിൽ ഒന്നുകൂടി പറയുന്നു, HC വേജിങ് എന്ന് പറയാനുണ്ട്, വേഗിങ്. ഓക്കെ, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 929 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ഇത്രയും ഫ്രീക്വൻസീസ് പഠിച്ചു വെച്ചിരിക്കണം റിലേറ്റഡ് ടു അസെറ്റിലിൻ. സോ ഒരിക്കൽ കൂടി പറയുന്നു, ദ CH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 3476 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ദ CH അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് 3423 സെന്റിമീറ്റർ ഇൻവേഴ്സ്. മൂന്നാമത് CC സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് 2181 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ആൻഡ് ലാസ്റ്റ് വൺ HCCH വേഗിങ് 929 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്ട്രെച്ചിങ് ആയതുകൊണ്ട് സിമെട്രിക് ഓർ അസിമെട്രിക് എന്തുമാകാം, 3400 എബോവ് ആണ്. സോ ദ ഓപ്ഷൻ ഇറ്റ് ഈസ് ഡി ഈസ് ദി റൈറ്റ്. ഓക്കെ, യെസ്. സോ ഇത്രയും ഫ്രീക്വൻസീസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. Next question it is, the activation energy for disappearance of A for the following reaction is. താഴെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷനിൽ ഡിസപ്പിയറൻസ് ഓഫ് എയുടെ ആക്ടിവേഷൻ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം, കാണുമ്പോഴേ നമ്മൾക്കറിയാം കൈനറ്റിക്സ് ഓഫ് റിയാക്ഷൻസ് ആണ് അല്ലേ. സോ കൈനറ്റിക്സ് ഓഫ് റിയാക്ഷനിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. പാരലൽ റിയാക്ഷൻ നടക്കും, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള റിയാക്ഷനും ഉണ്ട്. സോ ഗ്രാഫ് കാണുമ്പോഴേ നമ്മൾക്കറിയാം എന്താണ്, ഇറ്റ്സ് എ പാരലൽ റിയാക്ഷൻ. ദാറ്റ് മീൻസ് ദ എ ഗീവ്സ് ബി at a rate constant K1. A also gives C at a rate constant K2. Okay, so it is a example for, definitely it is parallel reaction. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസപ്പിയറൻസ് ഓഫ് എയുടെ ആക്ടിവേഷൻ എനർജിയാണ്. സോ ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് നോക്കാം. സോ ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറയുമ്പോഴേ നമുക്ക് ഇക്വേഷൻ എഴുതാം. d of a by dx is equal to, നമുക്കറിയാം, k1 into a plus k2 into a. k1 into a plus
K2 into A. അതാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. ഓക്കെ, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മൈനസ് ടി എ ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു എ പ്ലസ് K2 ഇൻറ്റു എ. ഇതിൽ എ എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലേ, രണ്ടിടത്തും കോമൺ ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ വി ക്യാൻ റൈറ്റ് K1 പ്ലസ് K2 ഇൻറ്റു എ. ഇങ്ങനെ എഴുതാമല്ലോ, സംശയമില്ലല്ലോ. K1 പ്ലസ് K2 ഇൻറ്റു എ. അതാണിപ്പോൾ മൈനസ് ഡി എ ബൈ ഡി എക്സ്. ഇനി K1 പ്ലസ് K2ന് ഞാൻ K എന്ന് എടുക്കുകയാണ്. K1 പ്ലസ് K2 ഈസ് ഈക്വൽ ടു K. ഓക്കെ, ഈ K എന്ന് പറയുന്നത് എന്താണ്? A e raised to minus e by RT. A e raised to minus e by RT. Arrhenius constant A. Then e raised to activation energy. Then gas constant and T is the temperature. Okay, അതാണ് K എന്ന് പറയുന്നത്. ഈ വാല്യൂ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ദാറ്റ് മീൻസ് K1 പ്ലസ് K2 ഇൻറ്റു എ. അതായത് K1നും K2നും എന്ത് വാല്യൂ ഇട്ട് കൊടുക്കാം? A e raised to minus e by RT എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എഴുതാം K ഈസ് ഈക്വൽ ടു K1 പ്ലസ് K2 ആയതുകൊണ്ട് നമുക്ക് എഴുതാം Kക്ക് എന്ത് എഴുതാം? A e raised to minus e by RT. ഇങ്ങനെ എഴുതാമല്ലോ. ഈസ് ഈക്വൽ ടു K1ന് ഇങ്ങനെ എഴുതാം A e raised to minus E1 by RT എഴുതാമല്ലോ. ദെൻ K2ന് എങ്ങനെ എഴുതാം? പ്ലസ് A e raised to minus E2 by RT. എങ്ങനെ എഴുതാമല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ദി ഇക്വേഷൻ നമ്പർ 2. ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ നമ്പർ 2 വിത്ത് റെസ്പെക്ട് ടു T. സോ T വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. A e raised to minus e by RT is equal to A1 e raised to minus e by RT then plus A2 e raised to minus E2 by RT. ഓക്കെ, ഇതിനെ നമ്മൾ T വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും A e raised to minus e by RT and ഡിഫറൻഷിയേറ്റ് അറിയാലോ ഇൻറ്റു എങ്ങനെ വരും? മൈനസ് ഇ ഡിവൈഡഡ് ബൈ RT സ്ക്വയർ. ഓക്കെ, മൈനസ് ഇ ഡിവൈഡ് ബൈ RT സ്ക്വയർ. അതുപോലെ തന്നെയാണ് എന്ത് A1ൻ്റെ വരും. എങ്ങനെയാണ്? ഈസ് ഈക്വൽ ടു A1 e raised to minus E1 by RT ഇൻറ്റു മൈനസ് E1 divided by RT square plus A2 e raised to minus E2 by RT into minus E2 by RT square. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നമുക്കറിയാം ഈ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് K അല്ലേ? ഇതെന്താണ്? ദിസ് ഈസ് K1 അല്ലേ? ഇതെന്താണ്? ദിസ് ഈസ് K2. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ശ്രദ്ധിക്കുക, ഇതിന് താഴെ എഴുതുന്നത് ഇവിടേക്കാണ്. ശ്രദ്ധിക്കുക, നമുക്ക് എഴുതാൻ പറ്റും K ഇൻറ്റു മൈനസ് ഇ ബൈ RT സ്ക്വയർ ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു മൈനസ് E1 by RT square plus K2 into minus E2 by RT square. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. K into minus E divided by RT square plus K1 into minus E1 by RT square plus K2 into minus E2 divided by RT square. ഇവിടെ RT സ്ക്വയർ എല്ലായിടത്തും കോമൺ ആണ്. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് കിട്ടും, ഫൈനലി നമുക്ക് കിട്ടും
KE is equal to K1 E1 plus K2 E2. KE is equal to K1 E1 plus K2 E2. അതിനകത്ത് നിന്ന് E കണ്ടുപിടിക്കാമല്ലോ. E is equal to K1 E1 plus K2 E2 divided by K. ഈ K എന്ന് പറയുന്നത് എന്തുവാ? നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. K എന്ന് പറയുന്നത് K1 plus K2 ആണെന്ന്. സോ നമ്മുടെ ഇക്വേഷൻ കിട്ടി. E is equal to K1 E1 plus K2 E2 whole divided by K1 plus K2. Okay, so the answer it is E is equal to K1 E1 plus K2 E2 divided by K1 plus K2. So the option നോക്കാം, K1 E1 plus K2 E2 divided by K1 plus K2. അതല്ലേ നമ്മുടെ ആൻസർ? യെസ്, ദ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഡെറിവേഷൻ കൺഫ്യൂസിങ് ആയതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ജസ്റ്റ് എന്ന് പറഞ്ഞു തരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എയുടെ എന്താണ്? ആക്ടിവേഷൻ എനർജി ഇ കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമുക്കറിയാം എ എന്ന് പറയുന്നത് ബി ആവുന്നു, അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് സി ആവുന്നു. ഇറ്റ് ഈസ് എ പാരലൽ റിയാക്ഷൻ. ഓക്കെ, പാരലൽ റിയാക്ഷൻ്റെ K1 റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ട്, ബി ആകുന്നത്. ദെൻ എ എന്ന് പറയുന്നത് സി ആകുന്നത് K2 റേറ്റ് കോൺസ്റ്റന്റ്. സോ ദ ഡിസപ്പിയറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൈനസ് ഡി എ ഡിവൈഡ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു എ പ്ലസ് K2 ഇൻറ്റു എ. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? എ ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് K1 പ്ലസ് K2 ഇൻറ്റു എ. ഈ K1 K2നെ ഞാൻ എങ്ങനെ എഴുതി? K എന്ന് എഴുതി. സോ K ഇസ് ഈക്വൽ ടു നമുക്കറിയാം എ ഇ റൈസ് ടു മൈനസ് ഇ ബൈ ആർ ടി. എ ഇസ് ദ അറീനിയസ് കോൺസ്റ്റന്റ്, ഇ ഇസ് ദി ആക്ടിവേഷൻ എനർജി, ആർ ഇസ് ദി ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ഇസ് ദി ടെമ്പറേച്ചർ. ഓക്കെ, സോ K is equal to A e raised to minus E by RT. ഈ വാല്യൂ നമ്മൾ K1 plus K2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നു. K is equal to K1 plus K2. That means A e raised to minus E by RT is equal to A1 into E raised to minus E1 by RT plus A2 E raised to minus E2 by RT. ഇനി ആ ഒരു ഇക്വേഷൻ നമ്മൾ T കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും A e raised to minus E by RT into minus E divided by RT square. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. പ്ലസ് ഈസ് ഈക്വൽ ടു A1 e raised to minus E1 by RT into minus E1 divided by RT square plus A2 e raised to minus E2 by RT into minus E2 by RT square. ഓക്കെ, ഇതിനകത്ത് നമുക്കറിയാം A e raised to minus E by RT എന്ന് പറയുന്നത് K ആണ്. A1 e raised to minus E1 by RT എന്ന് പറയുന്നത് K1 ആണ്. A2 e raised to minus E2 by RT എന്ന് പറയുന്നത് K2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് മീൻസ് K ഇൻറ്റു മൈനസ് ഇ ഡിവൈഡ് ബൈ ആർ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു മൈനസ് ഇ ഡിവൈഡ് ബൈ ആർ ടി സ്ക്വയർ പ്ലസ് K2 ഇൻറ്റു മൈനസ് ഇ ഡിവൈഡ് ബൈ ആർ ടി സ്ക്വയർ. ആർ ടി സ്ക്വയർ എല്ലായിടത്തും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് കോമൺ ആണ്. സോ എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നു. സോ നമുക്ക് കിട്ടും K E is equal to K1 E1 plus K2 E2. അതിനകത്ത് നമുക്ക് E കണ്ടുപിടിക്കാം. E is equal to K1 E1 plus K2 E2 divided by K. K എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, K1 plus K2 ആണ്. സോ ദ ഫൈനൽ ആൻസർ, ദ ആക്ടിവേഷൻ എനർജി ഫോർ ഡിസപ്പിയറൻസ് ഓഫ് A for the following reaction is E is equal to K1 E1 plus K2 E2 whole divided by K1 K2, K1 plus K2. Okay, so this is the correct answer. So the option A is the right. Clear ആണല്ലോ? Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The hot bands in IR spectrum is a consequence of which of the following transition? ഒരിക്കൽ കൂടി, hot bands in IR spectrum is a consequence of which of the following transition? Option A, V is equal to 0 to V is equal to 2. Option B, V is equal to 1 to V is equal to 2.
Option C, V is equal to 0 to V is equal to 1, and option D, V is equal to 0 to V is equal to 3. So എന്താണ് ഹോട്ട് ബാൻഡ്സ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഹോട്ട് ബാൻഡ്സ് എപ്പോഴാണ് ഹോട്ട് ബാൻഡ്സ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കും. So the hot bands are observed when already existed vibration is again excited. Hot bands എപ്പോഴാണ് വരുന്നത്? Hot bands are observed when already excited vibration is further excited. Okay, definition ഓർത്ത് വെച്ചിരിക്കുക. Already excited vibration is further excited. ഒരു എക്സൈറ്റേഷൻ കഴിഞ്ഞു, അവിടെ നിന്നും വീണ്ടും എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ഹോട്ട് ബാൻഡ്സ് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് V is equal to 0 to 2 ആണ്. 0യിൽ നിന്നും 2യിലേക്ക് ഒരു എക്സൈറ്റേഷൻ ആണ്. കുഴപ്പമില്ല, ഒറ്റ എക്സൈറ്റേഷനേ ഉള്ളൂ. നോ പ്രോബ്ലം, ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി വൺസ് എക്സൈറ്റഡ്. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. V is equal to 1 to 2. ഒന്നിൽ നിന്നും രണ്ടിലേക്ക് എക്സൈറ്റേഷൻ നടക്കുക. ബട്ട് റിമെമ്പർ ദാറ്റ് 0യിൽ നിന്നും 1ലേക്ക് ഒരു എക്സൈറ്റേഷൻ കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി 1ൽ നിന്ന് 2ലേക്ക് പോകും. അപ്പോൾ 0യിൽ നിന്നും ഫസ്റ്റിലേക്ക് ഒരു എക്സൈറ്റേഷൻ കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഓൾറെഡി എക്സൈറ്റഡ് വൈബ്രേഷൻ ആണ്. പിന്നെ അവിടെ നിന്നും വീണ്ടും എന്ത് ചെയ്യുകയാണ്? ഫർദർ എക്സൈറ്റ് ചെയ്യുകയാണ് 2യിലേക്ക്. ക്ലിയർ ആണോ? ഓപ്ഷൻ സി നോക്കാം. V is equal to 0 to 1. 0യിൽ നിന്നും 1ലേക്കുള്ള ഒരു എക്സൈറ്റേഷൻ. നോ പ്രോബ്ലം. ലാസ്റ്റ് വൺ V is equal to 0 to 3. 0യിൽ നിന്നും 3യിലേക്ക്. സോ ഇവിടെ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ 1ൽ നിന്നും 2ലേക്ക് പോകുന്നത്. 0യിൽ നിന്നും 1ലേക്ക് പോയി, 1ൽ നിന്നും 2ലേക്ക് പോയി. ദാറ്റ് മീൻസ് ഓൾറെഡി എക്സൈറ്റഡ് വൈബ്രേഷൻ ഈസ് ഫർദർ എക്സൈറ്റഡ്. Okay, so the right answer it is option B. But here ശ്രദ്ധിക്കേണ്ടുന്ന ചില കുറച്ച് പോയിന്റുകൾ മാത്രം പറഞ്ഞു തരാം. The transition it is temperature dependent. അതായത് IR സ്പെക്ട്രത്തിലെ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അഡീഷണൽ പോയിന്റ് ആണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. വിത്ത് ലോവർ സിഗ്നൽ ഇൻറ്റൻസിറ്റി അറ്റ് ലോവർ ടെമ്പറേച്ചർ. അപ്പോഴെങ്ങനെ? ലോവർ ടെമ്പറേച്ചറിലാണെങ്കിൽ എന്തായിരിക്കും? ലോവർ സിഗ്നൽ ഇൻറ്റൻസിറ്റി ആയിരിക്കും. എന്നാൽ ഹയർ ടെമ്പറേച്ചറിൽ ഹൈ സിഗ്നൽ ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഹയർ ടെമ്പറേച്ചറിൽ ഹയർ സിഗ്നൽ ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഓക്കെ, സോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അയൺ സ്പെക്ട്രത്തിലെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ലോവർ ടെമ്പറേച്ചറിൽ ലോവർ സിഗ്നൽ ഇൻറ്റൻസിറ്റി ആയിരിക്കും, എന്നാൽ ഹയർ ടെമ്പറേച്ചറിൽ ഹയർ സിഗ്നൽ ഇൻറ്റൻസിറ്റി ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു. ട്രാൻസിഷൻ 0 to 1, the transition 0 to 1, it is called a fundamental. 0യിൽ നിന്നും 1ലേക്ക് ട്രാൻസിഷൻ നടക്കുന്നതിനെ ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ എന്ന് പറയും. എന്നാൽ ട്രാൻസിഷൻ 0 to n, that means n greater than 1, ഇതിനെ വിളിക്കുന്നു ഓവർ ടോൺസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഇത് IR സ്പെക്ട്രത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന കാര്യമാണ്.
ട്രാൻസിഷൻ്റെ കാര്യം, ഹോട്ട് ബാൻഡിൻ്റെ കാര്യം പറഞ്ഞു. ഹോട്ട് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ already excited vibration is further excited, then hot bands can be observed. Then here the IR spectrum, the transitions are temperature dependent. Lower signal intensity at a lower temperature, at a higher temperature low, higher signal intensity ആയിരിക്കും. Then transition, സീറോയിൽ നിന്നും ഒന്നിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നതെങ്കിൽ അതിനെ ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നു. എന്നാൽ സീറോയിൽ നിന്ന് മറ്റേതെങ്കിലും നമ്പറിലേക്ക് ഗ്രേറ്റർ ദാൻ 1 നടക്കുകയാണെങ്കിൽ അതിനെ ഓവർടോൺ എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് ഗ്രേറ്റർ ദാൻ 1-നേക്കാൾ ഒറ്റപ്പടി മുമ്പേ ആകുമ്പോൾ ഫസ്റ്റ് ഓവർടോൺ, ദെൻ സെക്കൻഡ് ഓവർടോൺ, തേർഡ് ഓവർടോൺ ഇങ്ങനെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ ഓർത്തു വെച്ചിരിക്കുക. IR സ്പെക്ട്രമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റിലേഷൻ ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? സോ once again, the hot bands in IR spectrum is a consequence of which of the following transition? Option B, V is equal to 1 to V is equal to 2 is the right answer. Okay, next question. The mass spectrum of an alkyl halide showed M and M+2 peaks at the intensity ratio 1:1. Then the compound is. Okay, intensity ratio 1:1 ആണെന്ന് തന്നിട്ടുണ്ട്. കോമ്പൗണ്ട് ഏതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓപ്ഷൻ എ ആൽക്കൈൽ ക്ലോറൈഡ്, ഓപ്ഷൻ ബി ആൽക്കൈൽ ബ്രോമൈഡ്, ഓപ്ഷൻ സി ആൽക്കൈൽ അയഡൈഡ് ആൻഡ് ഡി cannot be predicted. സോ ഇത് മാസ് സ്പെക്ട്രവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മാസ് സ്പെക്ട്രം. അവിടെ നമ്മൾ ക്ലോറിൻ്റെ കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഐസോടോപ്പുകളെ കുറിച്ചും അതിൻ്റെ പീക്ക് കാണപ്പെടുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. സോ ഹിയർ M and M+2 which is in the ratio 1:1. ഓക്കെ, നമുക്കറിയാം ബ്രോമിൻ ആറ്റത്തിൻ്റെ അബണ്ടൻസ് 2 ഐസോട്ടോപ്പ് 1 ആണെന്നറിയാം. ക്ലോറിൻ്റെ നമ്മൾ പറഞ്ഞു 3 ഉണ്ട് 1 ഉണ്ട് അബണ്ടൻസ് അല്ലേ. സോ ബ്രോമിൻ്റെ ആണ് 1 and 1, 2 ഐസോട്ടോപ്പ് 1 and 1. നമുക്കറിയാം ഒരു ബ്രോമിനാറ്റം ആണെങ്കിൽ എങ്കിൽ എങ്ങനെയാണ്? M+2, M is to M+2, that means it is equal to 1:1. എന്നാൽ 2 ബ്രോമിനാറ്റം ഉണ്ടെങ്കിലോ M is to M+2 is to M+4. that means ചെയ്യേണ്ടത് എന്താണ്? 1:1 the whole square. രണ്ട് ബ്രോമിനാറ്റം ഇല്ലേ? that means A plus B the whole square, A square plus 2AB plus B square. that means 1:2AB 3:1. okay, ഇനി 3 ബ്രോമിനാറ്റം ആണെങ്കിലോ? if 3 ബ്രോമിനാറ്റം, അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? M is to M+2 is to M+4 is to M+6. അപ്പോൾ എങ്ങനെ എഴുതാം? 1:1 the whole cube, 3 ബ്രോമിൻ. ഓക്കെ, സോ വി വിൽ ഗെറ്റ് 1:3:3:1. അപ്പോൾ ഒരു ബ്രോമിൻ ആറ്റം ആണെങ്കിൽ 1:1, 2 ബ്രോമിൻ ആണെങ്കിൽ 1:3:1, 3 ബ്രോമിൻ ആണെങ്കിൽ 1:3:3:1. ഇതുപോലെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഒരു ക്ലോറിനാറ്റം ആണെങ്കിലോ? ഒരു ക്ലോറിനാറ്റം ആണെങ്കിൽ M+2 is equal to 3:1. 2 ക്ലോറിൻ ഉണ്ടെങ്കിലോ? M+2 is to M+4 is equal to 9:6:1. ഓക്കെ, then 3 ക്ലോറിൻ ഉണ്ടെങ്കിലോ? M is to
m plus 2 is to m plus 4 is to m plus 6 is equal to 27 is to 9 is to 1. ഓക്കെ, അപ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഇതിൽ നിന്നായിരിക്കും ഒരു ചോദ്യം വരുന്നത്. അപ്പം ബ്രോമിൻ്റെയും ക്ലോറിൻ്റെയും അറ്റ്ലീസ്റ്റ് അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലോറിന് 2 ഐസോട്ടോപ്പ്, ബ്രോമിന് 1:1, ദെൻ ക്ലോറിനോ 3:1 ആയിരിക്കും. സോ ഇഫ് 1 bromine atom is m plus 2, that means 1:1. 2 bromine atom ഉണ്ടെങ്കിലോ m plus 2 m plus 4, that is 1:3:1. അടുത്തത് 3 bromine atom ഉണ്ടെങ്കിലോ m plus 2 m plus 4 m plus 6 is equal to 1:3:3:1. Then ഒരു ക്ലോറിൻ ആറ്റം ഉണ്ടെങ്കിലോ m plus 2 is equal to 3:1. 2 ക്ലോറിൻ ആറ്റം ഉണ്ടെങ്കിൽ m plus 2 m plus 4 is equal to 9:6:1. And last one, 3 ക്ലോറിൻ ആറ്റം ഉണ്ടെങ്കിലോ m plus 2 m plus 4 m plus 6, that is equal to 27:9:1. ക്ലിയർ? അപ്പോൾ ഇത്രയും വാല്യൂസ് ഓർത്തിരിക്കുക. സോ ഇതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഒരു ബ്രോമിൻ ആറ്റം ഉള്ളതാണ് 1:1 ഇന്റൻസിറ്റി റേഷ്യോ കിട്ടിയിരിക്കുന്നത്. സോ ദ ആൻസർ ഇറ്റ് ഈസ് ആൽക്കൈൽ ബ്രോമൈഡ്. ദാറ്റ് മീൻസ് ദ മാസ് സ്പെക്ട്രം ഓഫ് ആൻ ആൽക്കൈൽ ഹാലൈഡ് ഷോഡ് m and m plus 2 peaks at the intensity ratio 1:1. And the compound it is alkyl bromide. That is option B is the right. Clear? Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The number of peaks of expected in the proton decoupled CMR spectrum of toluene is. Okay, the number of peaks expected in the proton decoupled ZNMR spectrum of toluene is. So നമ്മൾ ആദ്യം ടൊളുവിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നു. ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 5 ആൻഡ് ഓപ്ഷൻ ഡി 2. സോ ടൊളുവിൻ നമുക്കറിയാം. എന്താണ് ടൊളുവിൻ? ടൊളുവിൻ്റെ സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് അറിയാം. ദിസ് ഈസ് ടൊളുവിൻ. ഇതാണ് ടൊളുവിൻ്റെ സ്ട്രക്ചർ അല്ലേ? ബെൻസിൻ റിങ്ങിന് മുകളിലായിട്ട് ഒരു CH3 വരുന്നതാണ് ടൊളുവിൻ്റെ സ്ട്രക്ചർ. സോ ഇതിൽ നിന്നും നമുക്ക് നോക്കാം എത്ര ടൈപ്പ് കാർബൺ ആറ്റം ഉണ്ട്. ചോദ്യം ഇതാണ്, പ്രോട്ടോൺ ഡീകപ്പിൾഡ് ZNMR, ദാറ്റ് മീൻസ് C13 NMR, എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർബൺ ഉണ്ട് എന്നാണ് ചോദ്യം. സിമ്പിൾ നോക്കാം. ഇത് ഒരു ടൈപ്പ് കാർബൺ, ദെൻ സെക്കൻഡ് വൺ, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ബാക്കിയെല്ലാം എന്താണ്? ഇതിൻ്റെ റെപ്പിറ്റീഷനാണ് അല്ലേ? അപ്പോൾ അത് കൗണ്ട് ചെയ്യത്തില്ല. സോ സ്പെക്ട്രം കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് പഠിക്കുക. സോ ഹിയർ 1, 2, 3, 4 and 5. That means 5 different types of carbon are there. So 5 different carbon are present. Okay, so HNMR ആണെങ്കിൽ എത്ര സിഗ്നൽ കിട്ടിയേനെ? 2 സിഗ്നൽ കിട്ടിയേനെ അല്ലേ? എന്നാൽ Z13 NMR എത്ര ഡിഫറെൻറ്റ് കാർബൺ ഉണ്ട്? ഇറ്റ് ഈസ് 5. സോ ചോദ്യം ഇതാണ്, ഡീകപ്പിൾഡ് C13 NMR സ്പെക്ട്രം. That means A7, B6 and C5 and D2. That is NMR എന്ന് പറഞ്ഞാൽ 5 ഡിഫറെൻറ്റ് കാർബൺ ഉണ്ട്. സോ ദ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏത് സ്ട്രക്ചർ പറഞ്ഞിട്ട് അതിൻ്റെ C13 അല്ലെങ്കിൽ പ്രോട്ടോൺ ഡീകപ്പിൾഡ് ZMR എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം സ്ട്രക്ചർ വരയ്ക്കുക. സ്ട്രക്ചർ തെറ്റില്ല അല്ലെങ്കിൽ തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും. അപ്പം ടൊളുവിനാണെങ്കിൽ ടൊളുവിൻ, ബെൻസിൻ ആണെങ്കിൽ ബെൻസിൻ. ഓക്കെ, എന്താണോ ചോദിച്ചിരിക്കുന്നത്, ആൽക്കഹോളൊക്കെ ആണെങ്കിൽ അങ്ങനെ എഴുതുക. സോ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ ആദ്യം വരയ്ക്കുക.
ചിലപ്പോൾ സ്ട്രക്ചർ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരാം, അതിനുശേഷം ചോദിക്കാം പ്രോട്ടോൺ ഡീകപ്പിൾഡ് C13 NMR. സ്ട്രക്ചർ ഡിഫിക്കൽട്ട് കോംപ്ലക്സ് സ്ട്രക്ചറൊക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഓൾറെഡി തരും. ബട്ട് ഇതേപോലത്തുള്ള സിമ്പിളായിട്ടുള്ള എന്താണ് ടോളിവീനും ബെൻസീനോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ആൻസർ, അതായത് ഓപ്ഷൻ സ്ട്രക്ചർ തരില്ല, നിങ്ങൾ തന്നെ വരയ്ക്കുക. സോ സ്ട്രക്ചർ വരയ്ക്കുക, അതിനുശേഷം എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർബൺ ഉണ്ട് എന്ന് എണ്ണുക. ഓക്കെ, ഒരുപോലെ വരുന്ന റെപ്പറ്റീഷനിൽ വരുന്ന എണ്ണരുത്, കാരണം ഒരു സൈഡ് മാത്രം എണ്ണുക, മറ്റേ റെപ്പറ്റീഷൻ പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ബ്രാഞ്ചസ് ഒന്നുമില്ല, ഇതിൻ്റെ എക്സാക്ട് കോപ്പിയാണ് ഇപ്പുറത്തെങ്കിൽ അത് എണ്ണരുത്. അതർവൈസ് ബാക്കിയുള്ള എല്ലാം കൗണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദി നമ്പർ ഓഫ് C13 NMR. Okay, so in this figure, that means in this toluene structure, the C13 NMR signality is 5. Clear? Yes. At the question like the density of an FCC crystal 0.2 kilogram of the element contains 24 into 10 raised to 23 atoms with unit cell parameter 2 angstrom is. So the question from solid state. Option A 4.17 into 10 raised to 7 kilogram per meter second. Option B 4.17 into 10 raised to 4 kilogram per meter second. C 4.17 into 10 raised to 23 kilogram per meter second. Option D 41.7 into 10 raised to 4 kilogram per meter second. സോ നമ്മൾ ചെയ്യുന്നതിലെ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ആൻസർ, അല്ല ഡിഫറൻ്റ് ആൻസർ അല്ല. 1, 2 മറ്റേത് 8, 12 അങ്ങനെ അല്ല കൊടുത്തിരിക്കുന്നത്. എല്ലാം എന്താണ് 4.17ഉം 41.7ഉമാണ്. 10 to the പവറിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, സോ കൃത്യമായിട്ട് പവർ വളരെ കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആൻസർ കിട്ടും. അതർവൈസ് നമുക്ക് ഡിഫറൻറ്റ് 4 വ്യത്യസ്ത ഓപ്ഷനുകളായിരിക്കും തന്നതെങ്കിൽ നിങ്ങൾക്ക് 4, 1, 7 എങ്ങനെയെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ 4, 1, 7 പക്ഷെ ഇവിടെ പോയിന്റുകളിൽ വ്യത്യാസം, പവറിൽ വ്യത്യാസമുണ്ട്, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. സോ ചോദ്യം ഡെൻസിറ്റി ആണ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ആൻ FCC ക്രിസ്റ്റൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. കുറേ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, തന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് എടുത്തെഴുതാം. സോ നമുക്കറിയാം ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതുക. ഒരു ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ N into M divided by N0 into A cube. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്? ഇവിടെ N എന്താണ്? ഇവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ്, നമ്മൾ ഓരോന്നിനും പെർ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. അതായത് നമ്മൾക്കറിയാം സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി പ്രിമിറ്റീവ് സെൽ 1 അല്ലേ? FCC ആണെങ്കിൽ 4, BCC ആണെങ്കിൽ 2, അതുപോലെ ECC എന്താണെന്ന് പറയുമ്പോൾ എഡ്ജ് സെൻറ്റേർഡ് ക്യൂബിക്, അതും എത്രയാണ്? 2. ഓക്കെ, സോ N നമുക്ക് ഓൾറെഡി അറിയാം. പ്രിമിറ്റീവ് ആണെങ്കിൽ 1, FCC ആണെങ്കിൽ 4, BCC ആണെങ്കിൽ 2, ECC ആണെങ്കിലും 2. സോ നമുക്കിവിടെ ചോദ്യം എത്രയാണ്? FCC ആണ് അല്ലേ? നമ്മുടെ ചോദ്യം FCC ആണ്. സോ N കിട്ടിക്കഴിഞ്ഞു, ഇറ്റ് ഇസ് 4. ദെൻ M മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. 0.2 കിലോഗ്രാം ഓഫ് ദ എലമെൻറ്റ്. 0.2 കിലോഗ്രാം ഓഫ് ദ എലമെൻറ്റ്. സോ N കിട്ടി, M കിട്ടി. അപ്പോൾ M എന്ന് പറയുന്നത് എന്താണ്? മാസ്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? N0 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ്. എത്ര ആറ്റംസ് ഉണ്ടെന്ന് ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം 24 into 10 raised to 23 ആറ്റം ഉണ്ടെന്ന് പറഞ്ഞു. സോ N0 കിട്ടിക്കഴിഞ്ഞു.
ദെൻ എ എന്താണ്? ഏതെങ്കിലും ഒരു യൂണിറ്റ് സെല്ലിൻ്റെ പാരാമീറ്റർ തരും. ഇവിടെ വോളിയം ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു എഡ്ജ് മാത്രമാണ് തന്നിട്ടുണ്ടെങ്കിൽ എ ക്യൂബ് ചെയ്യുക. ദാറ്റ് മീൻസ് നോട്ട് ടു ഗെറ്റ് ദി വോളിയം. ഓക്കെ, സോ ഇവിടെ ഒരു പാരാമീറ്റർ 2 ആംസ്ട്രം ആണ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ആംസ്ട്രത്തിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ യൂണിറ്റ് കൺവേർഷൻ ഉറപ്പായിട്ട് ഉണ്ടാകണം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ നമുക്ക് കിട്ടും ഡെൻസിറ്റി D ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 എവിടെ നിന്ന് കിട്ടി? FCC ആണ്. ഇറ്റ് ഈസ് ആൻ FCC. സോ നമുക്കറിയാം FCCക്ക് എത്രയാണ്? N ഈസ് ഈക്വൽ ടു 4. ഓക്കെ, 4 ഇൻറ്റു M എന്ന് പറയുന്നത് മാസ്. ദാറ്റ് മീൻസ് 0.2. ഓക്കെ, 4 ഇൻറ്റു 2 കിലോഗ്രാം ഡിവൈഡഡ് ബൈ അടുത്ത എന്താണ്? ഡെൻസിറ്റി N0 ഇൻറ്റു എ ക്യൂബ്. N0 തന്നിട്ടുണ്ട് എത്രയാണ്? 24 ഇൻറ്റു 10⁻23. ഓക്കെ, 24 ഇൻറ്റു 10⁻23. ദെൻ ലാസ്റ്റ് വൺ എ ക്യൂബ്. എ എന്ന് പറയുന്നത് 2 തന്നിട്ടുണ്ട്, ആംസ്ട്രം ആണ്. സോ 10⁻10 മീറ്റർ. ഓക്കെ, സോ ശ്രദ്ധിക്കുക, 2 ഇൻറ്റു എത്രയാണ്? 10⁻10 മീറ്റർ 10 ക്യൂബ്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് കാൽക്കുലേഷൻ 4. എവിടെ നിന്ന് കിട്ടി? ഇറ്റ് ഈസ് ആൻ FCC. മാസ് ഓൾറെഡി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ 0.2 കിലോഗ്രാം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആറ്റംസ് 24 ഇൻറ്റു 10⁻23. ദെൻ parameter 2 ആംസ്ട്രം ആണ്. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 10⁻10 മീറ്റർ. ദ ഹോൾ ക്യൂബ് ഇടാൻ മറക്കരുത്, ബിക്കോസ് എ ക്യൂബ്. കാൽക്കുലേറ്റ് ചെയ്യാം. 4 ഇൻറ്റു 0.2 വി വിൽ ഗെറ്റ് 0.8. ദെൻ ഹിയർ 24 ഇൻറ്റു 10⁻23 ആണ്. ഇവിടെ 2ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ആണ്. 10⁻10ൻ്റെ ക്യൂബ് 10⁻30 ആണ്. 30യിൽ നിന്നും -30, ദെൻ 23 കുറയ്ക്കുമ്പോൾ -7 ആണ് താഴെ വരുന്നത് അല്ലേ? സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 192 ഇൻറ്റു 10⁻7 കിട്ടും. 24 ഇൻറ്റു 8 ദാറ്റ് ഈസ് 192 ഇൻറ്റു -30 +23 ദാറ്റ് മീൻസ് -7. അപ്പോൾ ഇതെങ്ങനെ കിട്ടും? 10⁻7 താഴെയാണ്, അത് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാലോ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4.16 ഇൻറ്റു 10⁻, മുകളിൽ പോവും 4 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പം 0.8 ആണ്. 0.8 ഇത് 10⁻7 മുകളിൽ പോകും. -7 മുകളിൽ പോകുമ്പോൾ 7 ആവും. അപ്പം അതായത് 0.8 ഇൻറ്റു 10⁻7 ഡിവൈഡ് ബൈ 192. ഓക്കെ, ഈ 7 മാറ്റി ഇങ്ങോട്ട് 0 കൊടുക്കുകയാണെങ്കിൽ 800 ഡിവൈഡ് ബൈ 192 വരും. ഇൻറ്റു 10⁻4 വരും. സോ വി വിൽ ഗെറ്റ് 4.16 ഇൻറ്റു 10⁻4 കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ദ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ 4.17 ഇൻറ്റു 10⁻7 അല്ല, ഓപ്ഷൻ ബി 4.17 ഇൻറ്റു 10⁻4. യെസ്, സോ ദ റൈറ്റ് ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ?